മക്കളെ നമസ്കാരം. ട്രിഗണോമെട്രി ഫംഗ്ഷൻസ് ചാപ്റ്ററിന്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് ക്ലാസ്സിൽ ഫോർമുലകൾ പറഞ്ഞതായിരുന്നു, അതിന്റെ പ്രോബ്ലം ഡിസ്കഷനാണ് വരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇടതുഭാഗത്ത് എഴുതിയിട്ട പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ ചോദ്യം, if sin x equal to 3/5, pi/2 less than x less than pi, find sin 2x, cos 2x and tan 2x. അതായത് എക്സ് എന്ന നമ്പറിന്റെ അഥവാ ആംഗിളിന്റെ ഒരു ട്രിഗണോമെട്രിക് വാല്യൂ തന്നു, സൈൻ തന്നു. പിന്നെ നമ്മളോട് പറഞ്ഞത് എക്സ് കിടക്കുന്ന സ്ഥലം π/2 പൈന്റെ ഇടക്കാണ്. ഡിഗ്രിയിൽ പറയുകയാണെങ്കിൽ 90 ഡിഗ്രിന്റെയും 180 ഡിഗ്രിന്റെ ഇടക്കാണ്. അപ്പൊ നമ്മളെ ക്വാഡ്രന്റ് കണക്കിൽ പറയുകയാണെങ്കിൽ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് അല്ലേ? ഓക്കെ, അത് തരണം. അത് തന്നാലേ നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് വേണ്ടത് sin 2x, cos 2x. sin 2x cos 2x കിട്ടിയാൽ പിന്നെ tan 2x അവിടെ നിന്ന് ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ഇന്നലെ പറഞ്ഞ ഫോർമുല പ്രകാരം sin 2x പറ്റി ആലോചിക്കുമ്പോൾ sin 2x എങ്ങനെയായിരുന്നു? sin 2 2 into sin theta into cos theta ആണ്. അപ്പൊ sin 2x ആവുമ്പോൾ 2 sin x into cos x വരും. നമ്മുടെ കയ്യിൽ sin x ഉണ്ട്, പക്ഷെ cos x ഇല്ല. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ട്രിഗണോമെട്രിയിൽ ഒരു ആംഗിളിന്റെ ഏതെങ്കിലും ഒരു ട്രിഗണോമെട്രിക് വാല്യൂ തന്ന് ആ ആംഗിൾ കിടക്കുന്ന ക്വാഡ്രന്റും പറഞ്ഞാൽ ബാക്കിയുള്ളത് എല്ലാം കണ്ടുപിടിക്കാം. അപ്പൊ നമുക്കിവിടെ വേണ്ടത് ഇപ്പൊ sin x ഉണ്ട്, cos x കണ്ടുപിടിക്കണം. sin x എത്രയാ? 3/5. അപ്പൊ അതിലേക്ക് നമ്മൾ വന്നാല് sin x equal to 3/5. നമ്മൾ പോകുന്ന വഴി cos square x equal to റിസൾട്ട് ഉണ്ട് 1 minus sin square x. അത് 1 മൈനസ് ഈ sin x നെ സ്ക്വയർ ചെയ്യുമ്പോൾ 3/5 സ്ക്വയർ ചെയ്യുമ്പോൾ 9/25. 25 ക്രോസ് ചെയ്യുമ്പോൾ 25 മൈനസ് 9 16. 16/25. ഈ കിട്ടിയത് cos x ന്റെ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ cos x കിട്ടാൻ വേണ്ടി ഇതിന്റെ റൂട്ട് എടുക്കണം. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. റൂട്ട് എടുക്കുമ്പോൾ ക്വാഡ്രന്റ് നോക്കിയിട്ട് ചിഹ്നം നോക്കിയിട്ട് റൂട്ട് എടുക്കണം. x π/2ന്റെയും പൈന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ cos x ന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾ എടുക്കേണ്ടത് പ്ലസ് ഓർ മൈനസ് എടുക്കാൻ പറ്റൂല, ഏതോ ഒരു റൂട്ട് എടുക്കാൻ പറ്റൂ. അത് ഇവിടെ എടുക്കേണ്ടത് നെഗറ്റീവ് റൂട്ടാണ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അത് -4/5 cos x ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ 2 into sin x പകരം 3/5, cos x പകരം -4/5. That is equal to 2 into 3 6. 6 into -4 പറയുമ്പോൾ -24 by denominator 5 into 5 25. So that is the value of sin 2x. Clear അല്ലേ? ഇനി നമുക്ക് cos 2x വേണം. cos 2x ഫോർമുല ഉണ്ട്. 3 രീതിയിൽ ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് cos square x minus sin square x, അല്ലെങ്കിൽ 1 minus 2 sin square x, അതല്ലെങ്കിൽ 2 cos square x minus 1. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉപയോഗിക്കാം. ഏത് ഉപയോഗിച്ചാലും ഒരേ ആൻസർ കിട്ടും. ഞാൻ ആദ്യത്തെ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ വേറെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഇപ്പൊ ഒന്ന് തന്നെയാണത്. ഞാൻ ഉപയോഗിച്ച ഫോർമുല cos square x minus sin square x. cos x ഇതാ -4/5. അതിന്റെ സ്ക്വയർ ആണ് cos square x പറയുന്നത്. sin square x, sin x 3/5, അതിന്റെ സ്ക്വയർ. -4 ന്റെ സ്ക്വയർ 16 ഡിവൈഡഡ് ബൈ 5 ന്റെ സ്ക്വയർ 25. ഇത് 9 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ 16 minus 9 all divided by 25, that is equal to 7/25. ഇനിയിപ്പോൾ cos square x minus sin square x ന് പകരം 1 minus 2 sin square x ഉപയോഗിച്ചാലും ഇതേ നമ്പർ തന്നെ കിട്ടും. അപ്പൊ sin x ഉം cos x ഉം ആയ ശരിക്കും ഇനിയിപ്പോൾ tan x ന് നമുക്ക് tan x അല്ല tan 2x. tan 2x sin of 2x by cos of 2x, that is equal to sin 2x കിട്ടിയത് -24 divided by 25 by ഇത് 7/25. ഈ 25 ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും ഉള്ളതുകൊണ്ട് ക്യാൻസൽ ചെയ്യാം. that is equal to -24 divided by 7. ഇനിയിപ്പോ ഈ പ്രോബ്ലത്തിൽ ഇപ്പോ sin 2x, cos 2x, tan 2x മൂന്നെണ്ണം ചോദിച്ചതിന് പകരം tan 2x മാത്രം ചോദിച്ചെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ sin 2x ഉം cos 2x ഉം കാണാൻ പോണ്ട. പകരം sin x തന്നിട്ടുണ്ട്, cos x നമ്മൾ ഉണ്ടാക്കി. ഈ sin x ഉം cos x ഉപയോഗിച്ച് tan x എഴുതുക. tan x equal to sin x by
cos x. എന്നിട്ട് tan 2x ന് വേറൊരു ഫോർമുല ഉണ്ട്, 2 tan x ഡിവൈഡഡ് ബൈ 1 മൈനസ് tan square x. അത് നേരിട്ട് കൊടുത്താൽ ഇതന്നെ കിട്ടുക. ഇവിടെ പിന്നെ നമ്മൾ രണ്ടും sin 2x ഉം cos 2x ഉം ചെയ്തത് കൊണ്ട് പിന്നെ അതിലേക്ക് പോയിട്ടില്ല, sin by cos എടുത്തതാണ്. Now the second problem. അവിടെ എന്താ തന്നത് നമുക്ക്? cos x തന്നിട്ടുണ്ട് -1/2 ആണ്. പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3π/2. പൈ 180 ഡിഗ്രി, 3π/2 എന്ന് പറയുമ്പോൾ 270 ഡിഗ്രി. അപ്പൊ നമ്മളെ എക്സ് എന്ന ആംഗിൾ നിൽക്കുന്നത് 180 270 ഡിഗ്രി കിടക്കാണ്, തേർഡ് ക്വാഡ്രന്റ് ആണ്. cos x തന്നിട്ടുണ്ട്, cos x -1/2 ഏതാ ക്വാഡ്രന്റ്? തേർഡ് ക്വാഡ്രന്റ് ആണ്. എന്തൊക്കെ ചോദിച്ചിരിക്കുന്നത് നോക്കിയേ. ആവശ്യപ്പെട്ടത് sin 3x, cos 3x, tan 3x. cos 3x കാണാൻ ഈ cos x മാത്രം മതി. sin 3x കാണാൻ നമുക്ക് sin x വേണം. അപ്പൊ ഇവിടെ sin x ലേക്ക് നമ്മൾ പോകണം. sin square x equal to 1 minus cos square x അല്ലേ? That is equal to 1 minus cos x da negative 1/2 അതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ 1/4 ആവും. cos x ന്റെ സ്ക്വയർ 4 minus 1 3/4. അതുകൊണ്ട് sin x ഇതിന്റെ റൂട്ട് എടുക്കണം. ഏത് റൂട്ട്? തേർഡ് ക്വാഡ്രന്റില. തേർഡ് ക്വാഡ്രന്റിലെ സൈന്റെ ചിഹ്നം നെഗറ്റീവാ. നെഗറ്റീവ് റൂട്ട് ഓഫ് 3/4 മൈനസ് റൂട്ട് 3/2. നമ്മളോട് tan 3x ചോദിച്ചില്ലേ? tan 3x ചോദിച്ചാൽ അത് കാണാൻ tan x വേണ്ടി വരും. അപ്പൊ നമുക്കൊന്ന് tan x ഇവിടെ എഴുതി വെക്കാം. ഇങ്ങനെ tan x എഴുതാ. tan x equal to sin x by cos x minus root 3/2 divided by minus 1/2 the cos x. ഈ 2 cancel out. minus root 3 by minus 1 become root 3. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിലേക്ക് വരാം. sin 3 theta നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് 3 into sin theta minus 4 into sin cube theta. അപ്പോ sin 3x ആവുമ്പോ 3 sin x minus 4 sin cube x. 3 into sin x നമുക്ക് കിട്ടിയത് minus root 3/2 minus 4 into sin x ന്റെ ക്യൂബ് minus root 3/2 the cube equal to minus 3 root 3/2 minus 4 into നെഗറ്റീവിന്റെ ക്യൂബ് ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും. റൂട്ട് 3 ക്യൂബ് പറയുമ്പോൾ റൂട്ട് 3 into root 3 into root 3 root 3 into root 3 3 ആവും. അപ്പൊ 3 into ഒരു root 3 കൂടി വരും ഡിവൈഡഡ് ബൈ 2 ന്റെ ക്യൂബ് 8. That is equal to minus 3 root 3/2 minus പ്ലസ് ആവും. 4 8 വരുമ്പോൾ 2 വരും. 3 root 3/2 നെഗറ്റീവ് നമ്പർ പ്ലസ് അതിന്റെ പോസിറ്റീവ് നമ്പർ ബിക്കം 0. ഇപ്പൊ ഏത് നമ്പർ sin x കിട്ടിയാലും നമുക്ക് sin 3x കാണാം. ഇങ്ങനെ ആയതുകൊണ്ട് 0 ആയിരുന്നുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് cos 3x ആണ്. എന്തായാലും ഫോർമുല cos 3x ന്റെ ഫോർമുല cos 3x equal to 4 cos cube x ന്ന് 3 cos x മൈനസ് ചെയ്യണം. അങ്ങനെയാണ് ഫോർമുല. cos 3 theta ആവുമ്പോൾ 4 cos cube theta minus 3 cos theta. x ആവുമ്പോൾ അതിനനുസരിച്ച് ചെയ്യാൻ മതി. 4 into cos x ഇതാ minus 1/2 അതിന് ക്യൂബ് minus 3 into minus 1/2. സിംപ്ലിഫൈ ചെയ്താൽ that's equal to 4 into minus 1 ക്യൂബ് ചെയ്യുമ്പോൾ minus 1, 2 ന്റെ ക്യൂബ് 8, മൈനസ് പ്ലസ് ആവും 3 divided by 2 equal to minus 4/8 minus 1/2 plus 3/2. That is equal to 2/2 is equal to 1. Minus 1 plus 3 2 all divided by common denominator 2. 2/2 is equal to 1. ഇനി നമുക്ക് എന്താ വേണ്ടത്? tan 3x. tan 3x ന്റെ ഫോർമുല എന്തായിരുന്നു? tan 3x equal to 3 tan x minus tan cube x all divided by 1 minus 3 tan square x. tan x ആണ് നമ്മളിവിടെ
റെഡിയാക്കി വെച്ചത് ഇതിന് വേണ്ടിയിട്ടായിരുന്നത് √3 ആണ്. അപ്പൊ 3 into √3 minus √3 cube all divided by 1 minus 3 into √3 square. Simplify ചെയ്യാം. 3 √3 minus √3 cube പറയുമ്പോൾ √3 into √3 into √3 3 √3 divided by 1 minus 3 into 3. That is equal to numerator 0 വരും. 0 divided by 1 minus 9, 0 by minus 8 equal to 0. ഇനി ഈ ചോദ്യം വേണമെങ്കിൽ ഇങ്ങനെ ഫോർമുല ഉപയോഗിക്കാതെ ചെയ്യാം. പക്ഷെ ഞാൻ ഫോർമുല കൂടെ വന്നേ. എന്താന്ന് വെച്ചാൽ നമുക്ക് sin 3x 0 കിട്ടിയിട്ടുണ്ട് അല്ലേ. sin 3x 0 ആണെങ്കിൽ പിന്നെ tan 3x 0 വരുള്ളൂ. അങ്ങനെ പോകാമായി നമ്മൾ സൈനും കോസും കണ്ട സ്ഥിതിക്ക് sin by cos എടുക്കാം. ഫോർമുലയെ കൂടെ ഒന്ന് വന്നു മാത്രം. അപ്പൊ ടാൻ മാത്രമാണ് ചോദിച്ചതെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. സൈനും കോസും ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ ടാനിന് ചില കുട്ടികൾക്ക് സംശയം ഉണ്ടോ, ടാനിന് ഇപ്പൊ എന്തിനാ ഈ ഫോർമുല ഉപയോഗിച്ചതിന്റെ ആവശ്യമില്ലല്ലോ, നിർബന്ധമില്ല. നമുക്ക് സൈനും കോസും കണ്ട ഒരു പ്രോബ്ലം ആയതുകൊണ്ട് tan 3x is equal to sin 3x by cos 3x. അപ്പൊ 0 by 1 വരും. 0 തന്നെയാണ് കിട്ടുക. ഒരു പ്രോബ്ലം ഞാൻ ഇങ്ങനെയും ചെയ്തുള്ളൂ, സൈൻ ബൈ കോസ് എടുക്കാതെ. ടാൻ മാത്രം ചോദിക്കുന്ന ഒരു കേസിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഓക്കെ. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. തേർഡ് വണ് കോസ് തീറ്റയാണ് തന്നത്. കോസ് തീറ്റ 4/5 3π/2 ലെസ് താൻ തീറ്റ ലെസ് താൻ 2π എന്ന് പറഞ്ഞാൽ അത് 270 ഡിഗ്രിന്റെ 360 ഡിഗ്രിന്റെ ഇടയ്ക്കുള്ള ഒരു നമ്പർ ആണ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് 4th ക്വാഡ്രന്റിലാണ്. കോസ് ആണ് തന്നത്. നമുക്ക് വേണ്ടത് സൈൻ തീറ്റ/2 കോസ് തീറ്റ/2 ടാൻ തീറ്റ/2. നമ്മുടെ ശ്രദ്ധിക്കണം, നമുക്കൊരു ആംഗിളിന്റെ തന്നിട്ട് അതിന്റെ പകുതിൻ്റെതാ ചോദിക്കുന്നത്. ഒരു ആംഗിളിന്റെ വാല്യൂ തന്നിട്ട് അതിന്റെ പകുതിൻ്റെതാ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഏത് വഴിക്കാ പോകാൻ പറ്റുക? ആ ആംഗിളിന്റെ കോസ് ആണ് നമുക്ക് തന്നത്. ക്വാഡ്രന്റ് അറിയാം. അപ്പൊ ക്വാഡ്രന്റ് പ്രകാരം 3π/2ന്റെ 2πന്റെ അടുക്കാണ്. അപ്പൊ തീറ്റ 4th ക്വാഡ്രന്റിലാണ്. നമുക്ക് തീറ്റ/2 തീറ്റന്റെ പകുതിന്റെ ആണ് വേണ്ടത്. അപ്പൊ തീറ്റ/2 ഏത് ക്വാഡ്രന്റിലാണെന്ന് ആദ്യം തീരുമാനിക്കണം. അപ്പൊ ഇതിന് രണ്ടോട് ഡിവൈഡ് ചെയ്ത് തീറ്റ/2 ആക്കിയാൽ ഇവിടെ 3π/4 ലെസ് താൻ തീറ്റ/2, ഇവിടെ 2 ഡിവൈഡ് ചെയ്യുമ്പോൾ π. അപ്പൊ തീറ്റ/2 എന്ന ആംഗിള് 3π/4നും πക്കും ഇടയിലാണ് എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും എടുക്കാം. അപ്പൊ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ആര്? തീറ്റ/2 എന്ന ആംഗിൾ. തീറ്റ തേർഡിലാണ്, പക്ഷെ തീറ്റ 4ത്തിലാണ്. പക്ഷെ തീറ്റ/2 135 ഡിഗ്രിന്റെ 180 ഡിഗ്രിന്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞാൽ അത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ. തീറ്റ/2 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന് പോസിറ്റീവ് ആണ്, കോസും ടാനും നെഗറ്റീവ് ആണ്. ഇനി ഏതാ വഴിയെന്ന് ചോദിച്ചാല് നമുക്ക് ഇങ്ങനെ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു. 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ/2. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ/2നെ പറ്റി സംസാരിച്ചാൽ അത് 1 മൈനസ് കോസ് തീറ്റ ഓൾ ഡിവൈഡഡ് ബൈ 2. നമുക്ക് കോസ് തീറ്റ ഇവിടെ റെഡിയാണ്. 1 മൈനസ് 4/5 ഓൾ ഡിവൈഡഡ് ബൈ 2. അപ്പൊ ഇത് 5 കൊണ്ട് ക്രോസ് ചെയ്യുമ്പോൾ 5 മൈനസ് 4 1 1/5 ഓൾ ഡിവൈഡഡ് ബൈ 2. 1/5/2 എന്ന് പറയുമ്പോൾ 1/10. ഈ കിട്ടിയത് സൈൻ സ്ക്വയർ തീറ്റ/2 ആണ്. സൈൻ സ്ക്വയർ തീറ്റ/2 കിട്ടിയത് 1/10 ആണ്. അതുകൊണ്ട് സൈൻ തീറ്റ/2 എങ്ങനെ കിട്ടാന്ന് ചോദിച്ചാൽ ഇതിന്റെ റൂട്ട് എടുക്കണം. റൂട്ട് എടുക്കുമ്പോൾ ക്വാഡ്രന്റ് അറിയണം, എന്നാലേ നമുക്ക് ചിഹ്നം കൊടുക്കാൻ പറ്റുള്ളൂ. അത് ഞാൻ പറഞ്ഞു വെച്ചു. തീറ്റ/2 ഏത് ക്വാഡ്രന്റിലാ? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ സൈന്റെ ചിഹ്നം പോസിറ്റീവ് ആണ്. പോസിറ്റീവ് √1/10. 1ന്റെ റൂട്ട് 1, 10ന്റെ റൂട്ട് നമുക്ക് √10 എഴുതിയാൽ മതി. ഇതാണ് സൈൻ തീറ്റ/2. അപ്പൊ ഏത് വഴിക്കാ പോയത്? 1 മൈനസ് കോസ് തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ/2. കോസ് തീറ്റ നമുക്ക് തന്നതുകൊണ്ട് കോസ് തീറ്റക്ക് പകരം വേറെ ഏതോ ആണ് തന്നതെങ്കിൽ നമ്മൾ ആദ്യം കോസ് തീറ്റ ഉണ്ടാക്കണം, എന്നാലേ ഈ റിസൾട്ട് ഉപയോഗിക്കാം. ഇതിപ്പോ കോസ് തീറ്റക്ക് പകരം സൈൻ തീറ്റ ആയിരുന്നു തന്നിരുന്നതെങ്കിൽ നമ്മള് കോസ് തീറ്റ ആദ്യം നമ്മൾ സൈൻ തീറ്റയിൽ നിന്ന് കോസ് തീറ്റ ഉണ്ടാക്കി ഈ ഫോമിലെ കൂടെ തന്നെ പോകണം. ഇനി നമ്മളോട് രണ്ടാമതായിട്ട് ചോദിച്ചാൽ എന്താ? കോസ് തീറ്റ/2. അതിന് വീണ്ടും അങ്ങനെ റിസൾട്ട് ഉണ്ട്.
1 plus cos theta is equal to ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത് 2 cos square theta by 2. അങ്ങനെയാണെങ്കിൽ cos square theta by 2 is equal to 1 plus cos theta divided by 2. അത് 1 plus 4 by 5 divided by 2. കാരണം cos theta 4 by 5 ആണ്. 5 into 1 5 plus 4 9. 9 by 5 by 2 അത് 9 by 10. ഏതപ്പോ കിട്ടിയത് cos square theta by 2 ആണ് 9 by 10 കിട്ടിയത്. അതുകൊണ്ട് cos theta by 2 കിട്ടണമെങ്കിൽ ഇതിന്റെ റൂട്ട് എടുക്കണം. Therefore cos theta by 2 is equal to 9 by 10 ന്റെ പോസിറ്റീവ് റൂട്ട് എടുക്കണോ നെഗറ്റീവ് റൂട്ട് എടുക്കണോ അതിനാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. എവിടെ theta by 2 ഏത് ക്വാഡ്രന്റിലാണ്? സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. സെക്കൻഡ് ക്വാഡ്രന്റിൽ കോസിന്റെ ചിഹ്നം നെഗറ്റീവ് ആണ്. അപ്പൊ 9 by 10 ന്റെ നെഗറ്റീവ് റൂട്ടാണ് എടുക്കേണ്ടത്, അല്ലെങ്കിൽ മാർക്ക് പോകും. അപ്പൊ ഇനി മൈനസ് 9 റൂട്ട് 3 ചെയ്താൽ റൂട്ട് 10 അങ്ങനെ തന്നെ എഴുതാം. സൈനും കോസും കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോ ടാൻ പെട്ടെന്ന് എഴുതാം. tan theta by 2 is equal to sin theta by 2 by cos theta by 2. sin theta by 2 കിട്ടിയത് 1 by root 10 divided by minus 3 by root 10. root 10 കോമൺ ആയിട്ട് കട്ട് ചെയ്യും. 1 by minus 3 that is equal to minus 1 by 3. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിപ്പോ cos theta നേരിട്ട് തന്നിട്ടുണ്ട്. ഈ cos theta ക്ക് പകരം ചിലപ്പോൾ tan theta തരും, ചിലപ്പോൾ sin theta തരും. എന്താ തന്നത് അതിന് അനുസരിച്ചിട്ട് നമ്മൾ cos theta ആദ്യം കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഫോർമുല ഉപയോഗിക്കണമെങ്കിൽ 1 plus cos theta equal to 2 cos square theta by 2 ആയാലും minus cos theta equal to 2 sin square theta by 2 ആയാലും ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് cos theta വേണ്ടി വരും. അപ്പൊ cos theta തന്നെ തരണമെന്നില്ല, ചിലപ്പോൾ tan തരും. tan തന്നിട്ട് നമ്മൾ അതിന് ഞാനൊരു എക്സാമ്പിൾ എക്സ്ട്രാ ചെയ്യാം. അപ്പോ നാലാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇവിടെ ചെയ്യാം. If tan x equal to 4 by 3 minus 4 by 3, 3 pi by 2 less than x less than 2 pi. Okay. നേരത്തെ തേർഡിലായിരുന്നു, ഫോർത്തിലേക്കോട്ടെ. നമുക്ക് വേണ്ടത് ഫൈൻഡ് sin x by 2 cos x by 2 and tan x by 2. കഴിഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ നമുക്ക് cos നേരിട്ട് തന്നിരുന്നു. ഇവിടെ അതിന് പകരം എക്സിന്റെ നേരത്തെ തീറ്റ ആയിരുന്നു, ഇവിടെ എക്സ് ആണ്. ലെറ്ററൊക്കെ പലതും ഉപയോഗിക്കും. ഇവിടെ tan x ആണ് തന്നത്. tan x minus 4 by 3 ആണ് ചോദിച്ചത്. x by 2 ന്റെ സൈൻ കോസ് tan. ഏത് ക്വാഡ്രന്റ്? 3 pi by 2 ന്റെയും 2 pi ന്റെ ഇടക്കാണ് ആര് എക്സ്. അപ്പൊ ഇത് ഫോർത്ത് ക്വാഡ്രന്റ്. നമുക്ക് എക്സ് ഫോർത്തിലാണ്, അത് മനസ്സിൽ വെച്ചോ. അങ്ങനെയാണ് എക്സ് ബൈ 2 ആക്കാൻ വേണ്ടിയിട്ട് എക്സ് ബൈ 2 ന്റേതാണ് ചോദിച്ചത്. അപ്പൊ എക്സ് ബൈ 2 ഏത് ക്വാഡ്രന്റിലാണ് നോക്കണം. എക്സ് ബൈ 2 ആക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 pi by 4 ലെസ് ദാൻ എക്സ് ബൈ 2 ലെസ് ദാൻ പൈ. ഓക്കെ. അപ്പൊ ഇത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി നമുക്ക് tan x അല്ല cos x കിട്ടണം. അതിനെന്താ മാർഗം എന്ന് ചോദിച്ചാല് സി സ്ക്വയർ. നമുക്ക് ഈ പ്രോബ്ലം കഴിഞ്ഞ പ്രോബ്ലം ഞാൻ ഇങ്ങനെയല്ലേ തന്നിരുന്നത്, എക്സ് ബൈ 2 ഇവിടെ തന്നെ അല്ലായിരുന്നു. ഒന്ന് മാറ്റാം കേട്ടോ, സെയിം തന്നെ ചെയ്യണ്ടല്ലോ. ഇത് 4 by 3 ആക്കാം. നമുക്ക് ഇവിടെ പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 pi by 2 ആയിക്കോട്ടെ. അപ്പൊ പൈ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 3 pi by 2. പൈന് 3 pi by 2 ന്റെ അടുക്ക് എന്ന് പറഞ്ഞാല് തേർഡ് ക്വാർട്ടറിൽ ടാൻ പോസിറ്റീവ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ടാണ് പോസിറ്റീവ് ആക്കിയത്. അപ്പൊ പകുതിയാക്കിയാല് പൈ ബൈ 2 ലെസ് ദാൻ എക്സ് ബൈ 2 ലെസ് ദാൻ 3 pi by 4. ഓക്കെ. പൈ ബൈ 2 90 ഡിഗ്രി, ഇത് 135 ഡിഗ്രി. അപ്പൊ സെക്കൻഡ് ക്വാർട്ടറിലാണ് എക്സ് ബൈ 2, എക്സ് തേർഡിലാണ്. ഓക്കെ. അപ്പൊ നമുക്കിനി കോസ് എക്സ് കിട്ടണം. കോസ് എക്സ് കിട്ടിയാലേ നമുക്ക് നേരത്തെ ഉപയോഗിച്ച് ഐഡന്റിറ്റി ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിന് മാർഗം ഇതാണ്. സി സ്ക്വയർ എക്സ് കടക്കാൻ നമുക്ക് ടാൻ 1 plus tan square x. അപ്പൊ 1 plus 4 by 3 ന്റെ സ്ക്വയർ 16 by 9. 9 plus 16 25 by 9. അതുകൊണ്ട് സീക്ക് എക്സിനെ കാണാം. എക്സ് ഏത് ക്വാഡ്രന്റിലാ? എക്സ് തേർഡിലാ. തേർഡില് സീക്കിന്റെ ചിഹ്നം നെഗറ്റീവാ. നെഗറ്റീവ് റൂട്ട് ഓഫ് 25 by 9 മൈനസ് 5 by 3.
അതുകൊണ്ട് cos xന്റെ വാല്യൂ -3/5 എന്താ sec x -5/3 ആകുമ്പോൾ cosine റെസിപ്രോക്കൽ. ഇപ്പൊ cos കിട്ടിയല്ലോ. cos കിട്ടിയാൽ പിന്നെ നിങ്ങൾക്ക് നേരത്തെ പോയി അതേ വഴിക്ക് പോകാം. 1 - cos x = 2 sin square x by 2. അപ്പൊ sin square x by 2 is equal to 1 - cos x all divided by 2. അത് 1 - -3/5 all divided by 2. 5 plus 3 8. 8/5 by 2. 8/10 that is equal to 4/5. ഇത് sin x by 2 ആണ്. x by 2 സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. അപ്പോൾ റൂട്ട് എടുക്കുമ്പോൾ പോസിറ്റീവ് റൂട്ട് എടുക്കണം. therefore sin x by 2 is equal to positive root of 4/5. അത് 2/5. ഇനി നമുക്ക് ഇതേപോലെ cos square x by 2 ന്റെ ഫോർമുല ഇവിടെ 1 പ്ലസ് ആവും. cos square x by 2 equal to 1 plus cos x all divided by 2. That is equal to 1 plus cos x കിട്ടിയത് ഇവിടെ -3/5 by 2. That is equal to 5 - 3 2. 2/5 by 2 that is equal to 2/10 is equal to 1/5. അതുകൊണ്ട് cos x by 2 1/5 റൂട്ട് എടുക്കണം. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം x by 2 ഏത് ക്വാഡ്രന്റില സെക്കൻഡിലാണ്. അപ്പൊ നെഗറ്റീവ് ആണ് cos വരിക. നെഗറ്റീവ് റൂട്ട് ഓഫ് 1/5 മൈനസ് 1/5. സൈനും കോസും കിട്ടിയാൽ പിന്നെ ടാൻ അവിടെ നിന്ന് എഴുതിയാൽ മതി. പെട്ടെന്ന് എഴുതാം. tan x by 2 is equal to sin x by 2 by cos x by 2. 4/5 divided by 4/5 അല്ല, ഇത് റൂട്ട് എടുക്കല്ലേ. റൂട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ 2/5 divided by -1/5. √5 ഇങ്ങനെ കട്ടാവും. 2/-1 is equal to -2. അപ്പോ ഒരു ആംഗിളിൻ്റെത് തന്ന് അതിന്റെ പകുതിൻ്റെത് ചോദിക്കുമ്പോൾ ആ ആംഗിളിന്റെ കോസ് തന്നോ നോക്കുക, അല്ലെങ്കിൽ കോസ് ഉണ്ടാക്കുക. ബാക്കിയുള്ളത് ഈ ഐഡന്റിറ്റി കൂടെ ചെയ്താൽ മതി. ഓക്കെ, ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രൂവ് ദാറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അവിടെ എഴുതിയിട്ട് റൈറ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ട് ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തത് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? sin 5x - 2 sin 3x plus sin x all divided by cos 5x minus cos x equal to tan x. LHS-ലാണ് കൂടുതൽ ചെയ്യാനുള്ളത്. LHS തുടങ്ങിയാൽ sin 5x minus 2 sin 3x plus sin x all divided by cos 5x minus cos x. എന്തൊക്കെ ചെയ്യാം? tan x എന്നാണ് കിട്ടേണ്ടത്. tan x എന്ന sin x by cos x ആണ്. അപ്പോ ഇവിടെ നമുക്കൊരു കാര്യം ചെയ്യാം. ഇവിടെ ഒരു 5x ഉണ്ട്, ഇത് 3x ഉണ്ട്, ഇവിടെ x ഉണ്ട്. 5xും xും കൂടി ആഡ് ചെയ്താൽ 6x, അതിന്റെ പകുതി 3x ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇതിന്റെ പ്രീവിയസ് സെഷന്റെ CD ഫോർമുല ഈ രണ്ടെണ്ണത്തിന് ഉപയോഗിക്കാം. ഇത് ഇവിടെ നിൽക്കട്ടെ. sin c പ്ലസ് sin d 2 sin പിന്നെ cos. 5x plus x by 2 3x. 5x minus x 4x by 2 2x. പിന്നെ ഇവിടെ ഉള്ള -2 sin 3x ഞാൻ മൂന്നാമതായിട്ട് അത് മാറ്റി, അങ്ങോട്ട് മാറ്റി. ഇവിടെ CD ഫോർമുല ഉപയോഗിക്കാം. cos c minus cos d -2 sin വീണ്ടും sin. 5x plus x 6x by 2 3x. 5x minus x 4x by 2 2x. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. 2 ദാ ഇവിടെ 2 ദാ. sin 3x കോമൺ ഉണ്ട്. അപ്പൊ 2 sin 3x പുറത്തെടുത്താൽ cos 2x minus 1 divided by minus 2 sin 3x into sin 2x. Ready? ഈ 2 sin 3x കോമൺ ആയിട്ട് ഇൻറ്റു ക്യാൻസൽ ചെയ്യാം. ന്യൂമറേറ്ററുള്ള ബ്രാക്കറ്റിൽ cos 2x minus 1 ഞാൻ അതിനെ മൈനസ് ഓഫ് 1 minus cos 2x എഴുതി. കുഴപ്പമില്ലല്ലോ. ഈ മൈനസ് ഇവിടെ ഉണ്ട്, sin 2x ഉണ്ട്. അപ്പൊ ഈ രണ്ട് മൈനസ് മേലെ ഇതായി പ്ലസ് ആവും. 1 minus cos 2x ഒരു ഐഡന്റിറ്റി ഉണ്ട്. 1 minus cos θ 2 sin square θ ആണ്. അപ്പൊ 1 minus cos 2x ആവുമ്പോൾ 2 sin square x. താഴെയുള്ള sin 2x ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ 2 sin x into cos x. റെഡി? 1 minus cos 2x 2 sin square x. sin 2x 2 sin x cos x. നെഗറ്റീവ് ബൈ നെഗറ്റീവ് പോയി പോസിറ്റീവ് ആയി. ഈ 2 ക്യാൻസൽ ചെയ്യാം. sin square ഒരു സൈനും ഈ സൈനും ക്യാൻസൽ ചെയ്യാം. ബാക്കി sin x by cos x അതാണ് tan x. അതാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. അപ്പൊ CD ഫോർമുലയുടെ ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ആംഗിൾസിലെ
ഫോർമുല വരുന്നുണ്ട്. 1 മൈനസ് കോസ് 2x 2 സൈൻ സ്ക്വയർ രണ്ടും കൂടിയ ഒരു പ്രോബ്ലം ആണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. Then next second one, sin square 6x minus sin square 4x equal to sin 2x into sin 10x കാണിക്കണം. sin square 6x minus sin square 4x ഇത് എൻസിആർടി പ്രോബ്ലം ആണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് വളരെ എളുപ്പത്തിൽ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു ഫോർമുല ഉണ്ട്. സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി എന്ന് പറയുന്നത് സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി, അത് ഉപയോഗിക്കാം. അപ്പൊ ഇത് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി, അത് കൊടുത്ത കഴിഞ്ഞു. സൈൻ ഓഫ് എക്ക് പകരം 6x ബിക്ക് പകരം 4x ഇൻറ്റു സൈൻ ഓഫ് ബി എക്ക് പകരം 6x ബിക്ക് പകരം 4x. അപ്പൊ എന്താ വരിക? സൈൻ ഓഫ് 6x പ്ലസ് 4x 10x 6x മൈനസ് 4x 2x. ഇതിങ്ങനെ കിട്ടി. ഇനി ഇത് വേറൊരു മാർഗം കൂടി ഉണ്ട്, കുറച്ചുകൂടി സ്റ്റെപ്പ് ഉണ്ടാവും. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് എഴുതി നോക്കണ്ടി. എങ്ങനെയാന്ന് വെച്ചാൽ ഈ ഫോർമുല ഉപയോഗിക്കാതെ നിങ്ങൾ ഇത് സൈൻ സ്ക്വയർ 6x മൈനസ് സൈൻ സ്ക്വയർ 4x എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡൽ, അതിന് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് എഴുതുക. അപ്പോ സൈൻ 6x പ്ലസ് സൈൻ 4x ഇൻറ്റു സൈൻ 6x മൈനസ് സൈൻ 4x. എന്നിട്ട് ഇവിടെ സി ഡി ഫോർമുല ഉപയോഗിക്കുക, ഇവിടെ സി ഡി ഫോർമുല ഉപയോഗിക്കുക. എന്നിട്ട് പേരാക്കി വരുമ്പോ ഇതാ പഴയ സ്റ്റെപ്പ് പേര് കാണിച്ചു തരാം. 2 സൈന് 6x പ്ലസ് 4x ബൈ 2 10x ബൈ 2 5x ഇൻറ്റു കോസ് 6x മൈനസ് 4x ബൈ 2 2x ബൈ 2 x. ഇവിടെ 2 കോസ് സൈന വരിക 5x x വരും. എന്നിട്ട് ഒരു ടീം 2 സൈൻ 5x കോസ് 5x ഇങ്ങനെ ടീം ആയിട്ട് എടുക്കുക. 2 സൈൻ 5x ഈ കോസ് 5x. പിന്നെ ഇൻറ്റു ആയിട്ട് ഒരു 2 സൈൻ എക്സും കോസ് എക്സും വേറെ ടീം ആയിട്ട് എടുക്കുക. കോസ് എക്സ് വഴി സൈൻ എക്സ് വഴി. ഓക്കെ, 2 സൈൻ 5x ഇൻറ്റു കോസ് 5x എന്ന് പറയുമ്പോൾ അത് സൈൻ ഓഫ് 10x ആ. 2 സൈൻ എക്സ് ഇൻറ്റു കോസ് എക്സ് പറഞ്ഞാൽ സൈൻ ഓഫ് 2x ആ. ഇങ്ങനെയും ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ചെയ്തത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മോഡലിനെ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി നേടി ഇവിടെ സി ഡി ഫോമിൽ ഉപയോഗിച്ചു, ഇവിടെ സി ഡി ഫോമിൽ ഉപയോഗിച്ചു. ഒന്ന് പേര് അങ്ങോട്ടോട്ട് മാറ്റി 2 സൈൻ 5x കോസ് 5x ഇങ്ങോട്ട് കൊടുത്തു, 2 സൈൻ എക്സ് കോസ് എക്സ് മാറ്റി. ഈ പ്രോബ്ലം അടുത്ത പ്രോബ്ലം അതേ മോഡൽ തന്നെയാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ഒന്ന് കാണിക്കാം, ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. തേർഡ് വണ് കോസ് സ്ക്വയർ x മൈനസ് കോസ് സ്ക്വയർ 6x സൈൻ സ്ക്വയർ 6x 6 1 7 6 2 8. ഇവിടെ 2x ആണ്, ഇത് മിസ്റ്റേക്ക്. കോസ് സ്ക്വയർ 2x മൈനസ് കോസ് സ്ക്വയർ 6x. എന്താ ചെയ്യുന്നത്? ഞാൻ ഈ കോസ് സ്ക്വയർ 2x നെ 1 മൈനസ് സൈൻ സ്ക്വയർ 2x നെയും 1 മൈനസ് സൈൻ സ്ക്വയർ 2x നെയും മൈനസ് ഓഫ് ഈ കോസ് സ്ക്വയർ 6x നെ 1 മൈനസ് സൈൻ സ്ക്വയർ 6x നെയും ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ 2x. ഇത് തുറക്കുമ്പോൾ -1 മൈനസ് മൈനസ് പ്ലസ് സൈൻ സ്ക്വയർ 6x. ഈ 1 കട്ടാവും. സൈൻ സ്ക്വയർ 6x പ്ലസ് മൈനസ് സൈൻ സ്ക്വയർ 2x. അപ്പൊ നേരത്തെ വന്ന പോലെ, നേരത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ മെത്തേഡ് ചെയ്ത പോലെ സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. അപ്പൊ സൈൻ എ പ്ലസ് ബി ഇൻറ്റു സൈൻ എ മൈനസ് ബി ഫോമുല ഉണ്ട്. 6x പ്ലസ് 2x, ഇവിടെ 6x മൈനസ് 2x. അപ്പൊ ഇത് സൈൻ 6x പ്ലസ് 2x 8x ഇൻറ്റു സൈൻ 6x മൈനസ് 2x 4x. സൈൻ 4x ഇൻറ്റു സൈൻ 8x. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ടി വരും. ഏത്? ഇതിനെ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എക്ക് പകരം കോസ് 2x, ബിക്ക് പകരം കോസ് 6x. ഇവിടെ കോസ് സി പ്ലസ് കോസ് ഡി സി ഡി ഫോമിൽ ഉപയോഗിക്കുക. ഇത് കോസ് സി മൈനസ് കോസ് ഡി സി ഡി ഫോമിൽ ഉപയോഗിക്കുക. നേരത്തെ പോലെ രണ്ട് പേരായിട്ട് മാറ്റുക, അതേപോലെ കിട്ടും. ആദ്യത്തെ കുറച്ചുകൂടി സ്റ്റെപ്പ് കുറവ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 4. എന്തുള്ളത്? LHS ഉള്ളത് സൈൻ 2x പ്ലസ് 2 സൈൻ 4x പ്ലസ് സൈൻ 6x. എന്താ ചെയ്യേണ്ടത്? എങ്ങോട്ടാ കൊണ്ടുപോകേണ്ടത്? ഒരു 4 ഉണ്ട്, കോസ് സ്ക്വയർ x ഉണ്ട്, സൈൻ 4x ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് 2x 4x 6x ആണെങ്കിൽ അതിൽ 6x ഉം 2x ഉം കൂടി ആഡ് ചെയ്താൽ 8x ആ. അതിന്റെ പകുതി 4x ആ. അപ്പൊ ഇത് സിയും ഇത് ഡിയും വിചാരിച്ചിട്ട് സി ഡി ഫോമിൽ ഉപയോഗിച്ചാൽ
ഈ രണ്ടെണ്ണത്തിന് സി ഡി ഫോമിൽ ഉപയോഗിച്ചാൽ സൈൻ സി പ്ലസ് സൈൻ ഡി 2 സൈന് പിന്നെ കോസ് 6x plus 2x 8x 8x by 2 4x 6x minus 2x 4x 4x by 2 2x പിന്നെ ഇത് കൊണ്ട് മാറ്റി ചെയ്യുക 2 sin 4x അപ്പൊ അതാ ഒരു കോമൺ ഫാക്ടർ കിടക്കുന്നത് എന്താ കോമൺ ഫാക്ടർ ഉള്ളത് 2 sin 4x കോമൺ ഫാക്ടർ ഉണ്ട് അങ്ങോട്ട് പുറത്തെടുത്താൽ 2 sin 4x into ഈ ബ്രാക്കറ്റിൽ ഉള്ളത് cos 2x ഇവിടെ പ്ലസ് 1 2 sin 4x into 1 plus cos 2x എന്ന് വായിച്ചു 1 ആദ്യം വായിച്ചു 1 plus cos 2x 1 plus cos 2 theta 2 cos square theta ആണ് ഐഡന്റിറ്റി 1 plus cos 2 theta 2 cos square theta ആണ് അപ്പോൾ 1 plus cos 2x 2 cos square x ആവും കഴിഞ്ഞു 2 into 2 4 4 into sin 4x into cos square x ഇത് തന്നെയാണ് RHS പ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഓക്കെ then next വരുന്നത് പ്രൂവ് ചെയ്യേണ്ടത് നാലാമത്തത് cos 4x equal to 1 minus 8 sin square x into cos square x ബോർഡ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇപ്പൊ നമ്മൾ തുടങ്ങാന്ന് വെച്ചാൽ cos 4x തന്നെ തുടങ്ങാം cos 4x നെ ഞാൻ cos of 2 into 2x എഴുതാലോ എന്നാൽ യൂസ് ദ ഫോർമുല cos 2 theta equal to നമുക്ക് കിട്ടേണ്ടത് 1 മൈനസ് എന്ന് പറഞ്ഞിട്ടാണ് cos 2 theta ക്ക് 1 മൈനസിലേക്കുള്ള ഒരു ഫോർമുലയാണ് 1 മൈനസ് 2 sin square theta അപ്പൊ തീറ്റക്ക് പകരം നിങ്ങൾ ഇവിടെ 2x നെ എടുത്താൽ മതി തീറ്റക്ക് പകരം 2x അപ്പൊ അത് ഇങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ 1 മൈനസ് 2 into sin square theta തീറ്റക്ക് പകരം 2x equal to 1 minus 2 into sin square 2x എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന്റെ മീനിങ് sin 2x ന്റെ സ്ക്വയർ എന്നാണ് sin square 2x ആണ് sin 2x ന്റെ സ്ക്വയർ ആണ് അടുത്ത സ്റ്റെപ്പിൽ 1 minus 2 into sin 2x ന്റെ എക്സ്പാൻഷൻ 2 sin x into cos x അതിന്റെ സ്ക്വയർ equal to 1 minus 2 into ഈ സ്ക്വയർ ചെയ്തോളൂ 2 ന്റെ സ്ക്വയർ 4 sin x ന്റെ സ്ക്വയർ sin square x into cos x ന്റെ സ്ക്വയർ cos square x okay ready that is equal to 1 minus 2 into 4 8 okay കഴിഞ്ഞു sin square x into cos square x that is equal to RHS അടുത്ത അഞ്ചാമത്തെ പ്രോബ്ലം പ്രൂവ് ചെയ്തതിൽ cos 6x equal to 32 cos raised to 6x minus 48 cos raised to 4x plus 18 cos square x minus 1 കുറച്ച് വലിയ പ്രോബ്ലം ആണ് അപ്പൊ നമ്മൾ cos 6x നെയാണ് കൊണ്ടുപോകുന്നത് കിട്ടേണ്ടത് cos x ന്റെ പവേഴ്സ് ആണ് cos raised to 6 പിന്നെ cos raised to 4 cos square x ന്റെ കോൺസ്റ്റന്റ് അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുക ഈ 6x നെ 3 into 2x എന്ന് എഴുതാം എന്നിട്ട് ഈ ഫോർമുല കൂടെ പോയാൽ മതി cos 3 theta is equal to 4 cos cube theta minus 3 cos theta അപ്പോൾ തീറ്റക്ക് പകരം നിങ്ങൾ 2x നെ എടുക്കുക തീറ്റക്ക് പകരം 2x എടുത്താൽ this is equal to 4 cos cube theta square 2x minus 3 cos 2x ഇങ്ങനെ പോരാ നമുക്ക് 2x എന്ന ആംഗിൾ ഇല്ല ഇവിടെ x എന്ന ആംഗിൾ ഉള്ളത് അപ്പോൾ 2x നെ x ലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ചെയ്യാൻ പറ്റുക ഇത് ശരിക്കും 4 into cos cube 2x എന്ന് പറഞ്ഞാൽ അത് cos 2x ന്റെ ക്യൂബാണ് minus 3 into cos 2x ഇനി cos 2x നെ cos x ലേക്ക് മാറ്റാനുള്ള ഒരു ഐഡന്റിറ്റി ആണ് cos 2x equal to 2 cos square x minus 1 അത് വെച്ചിട്ട് നമ്മൾ 4 into cos 2x നെ 2 cos square x minus 1 അതിന്റെ ക്യൂബ് minus 3 into ഇവിടെയും cos 2x നെ 2 cos square x minus 1 ഇനി കുറച്ച് സിംപ്ലിഫിക്കേഷൻ ആണുള്ളത് പിന്നെ നമുക്ക് കിട്ടും 4 into ഇത് a minus b ന്റെ ക്യൂബാ a minus b ന്റെ ക്യൂബിന്റെ എക്സ്പാൻഷൻ a ക്യൂബ് മൈനസ് 3a സ്ക്വയർ into b പ്ലസ് 3a into b സ്ക്വയർ മൈനസ് b ക്യൂബ് എന്നാണ് a ക്ക് പകരം 2 cos square x ഇതാ ഇത് a വിചാരിച്ചു b ക്ക് പകരം 1 ആണ് അത് വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 4 into a ക്യൂബ് എന്ന് പറയുമ്പോൾ 4 into
2 cos square x ആണ് എക്ക് പകരം, അതിന് ക്യൂബ്, മൈനസ് 3 ഇൻറ്റു 2 cos square x സ്ക്വയർ ഇൻറ്റു ബിക്ക് പകരം 1 പ്ലസ് 3 ഇൻറ്റു എ ബി സ്ക്വയർ 2 cos square x ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 1 ക്യൂബ്, അത് മൊത്തത്തിൽ 4 ഇൻറ്റു, പിന്നെ ഇവിടെ ഉള്ള ഇത് തുറന്നാൽ മൈനസ് 6 3 ഇൻറ്റു 2 6 cos square x മൈനസ് 3 ഇൻറ്റു മൈനസ് 1 പ്ലസ് 3 ഈക്വൽ ടു, ഇത് ക്യൂബ് ചെയ്യുമ്പോ 2ന്റെ ക്യൂബ് 8 ആവും, 4 ഇങ്ങനെ തുറക്കുമ്പോ 4 ഇൻറ്റു 8 32, cos സ്ക്വയറിന്റെ ക്യൂബ് കോസിന്റെ പവറിൽ 2 ഇൻറ്റു 3 6, പിന്നെ ശ്രദ്ധിക്കണേ ഇവിടെ 2 cos square x നെ സ്ക്വയർ ചെയ്യുമ്പോ 2ന്റെ സ്ക്വയർ 4, 3 ഇൻറ്റു 4 12, പുറത്തുള്ള 4, 12 ഇൻറ്റു 4 48 മൈനസ് ആവില്ല 48, cos square x ന്റെ സ്ക്വയർ cos raised to 4x, പിന്നെ ഇവിടെ 3 ഇൻറ്റു 2 6 ഇൻറ്റു 1 6 cos square x പുറത്ത് ഇൻറ്റു 4 6 ഇൻറ്റു 4 24 cos square x, പിന്നെ ഇത് മൈനസ് 1 ക്യൂബ് പറയുമ്പോൾ 1 മൈനസ് 1 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4, ഓക്കെ മൈനസ് 4, പിന്നെ ഇവിടെ ഉള്ള മൈനസ് 6 cos square x പ്ലസ് 3, റെഡിയല്ലേ? 2ന്റെ ക്യൂബ് 8 4 ഇൻറ്റു 8 32, ഈ 2ന്റെ സ്ക്വയർ 4 3 ഇൻറ്റു 4 12, ഇവിടെ മൈനസ് 12 ഇൻറ്റു 4 മൈനസ് 48 cos സ്ക്വയറിന്റെ സ്ക്വയർ cos raised to 4, ഇത് 6 ഇൻറ്റു 4 24 cos square x 4 ഇൻറ്റു മൈനസ് 1 മൈനസ് 4 32 cos raised to 6x minus 48 cos raised to 4x. ഇത് 24 cos square x minus 6 cos square x. 24 6 minus ചെയ്താൽ 18. 18 cos square x minus 4 plus 3 are minus 1. അതാണ് നമുക്ക് RHS കിട്ടുന്നത് കേട്ടോ. RHS ആണ്. ലാസ്റ്റ് പ്രോബ്ലം. Prove that tan 4x equal to 4 tan x into bracket 1 minus tan square x all divided by 1 minus 6 tan square x plus tan raised to 4x. അപ്പോൾ നമുക്ക് tan 4x എന്ന് കൊടുക്കാം. tan 4x എന്നാൽ tan of 2 into 2x. എന്നിട്ട് നമ്മൾ tan 2 theta എന്നൊരു ഫോർമുല ഉണ്ടായിരുന്നു. tan 2 theta എന്ന് പറയുന്നത് 2 tan theta divided by 1 minus tan square theta. ഐഡന്റിറ്റി ആണ്. അപ്പോൾ തീറ്റക്ക് പകരം നമ്മൾ 2x എടുക്കുക. 2x എടുക്കുക. എന്നിട്ട് ഇത് എക്സ്പാൻഡ് ചെയ്താൽ ഈക്വൽ ടു 2 into tan theta. tan thetaക്ക് പകരം tan 2x by 1 minus tan square 2x. ഈ tan 2x ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാം. tan 2x 2 tan x by 1 minus tan square x all divided by 1 minus tan square 2x ആണ് tan 2x ന്റെ സ്ക്വയർ. tan square 2x ആണ് tan 2x ന്റെ സ്ക്വയർ. tan 2x 2 tan x by 1 minus tan square x. ഇനിയുള്ള സിംപ്ലിഫിക്കേഷൻ ആണ്. That's equal to 2 into 2 4. 4 tan x by 1 minus tan square x numerator divided by 1 minus ഈ 2 ന്റെ സ്ക്വയർ 4 tan the square tan square x. ഇത് നമുക്ക് ഹോൾ സ്ക്വയറിൽ വെക്കേണ്ടി വരും. ആ ഹോൾ സ്ക്വയർ 1 minus tan square x ന്റെ ഹോൾ സ്ക്വയർ. ഇത് ഇങ്ങോട്ട് ക്ലോസ് ചെയ്യാം. 4 tan x divided by 1 minus tan square x by 1 into 1 minus tan square x in the square. ഇവിടെ ഉള്ള minus 4 tan square x all divided by 1 minus tan square x in the square. അപ്പൊ ഡിനോമിനേറ്ററിൽ ഇവിടെ 1 minus tan square x ഉണ്ട്, ഇവിടെ അതിന് ഹോൾ സ്ക്വയർ ഉണ്ട്. ഇതിൽ ഒരെണ്ണം ക്യാൻസൽ ആയി പോകും. ഈ സ്ക്വയർ ഒരെണ്ണം ഈ ഒരെണ്ണം തിരിഞ്ഞ് മുകളിലേക്ക് വരും. ദാറ്റ്സ് ഈക്വൽ ടു 4 tan x into 1 minus tan square x മുകളിൽ വരും. ഇതാണ് ന്യൂമറേറ്റർ നമുക്ക് കിട്ടേണ്ടത്. ഇത് a minus b ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യാം. 1 സ്ക്വയർ minus 2 into 1 into tan square x plus tan square x in the square tan raised to 4x. Tan square x in the square tan raised to 4x minus 4 tan square x. That's equal to last step
4 tan x into ഇത് തുറക്കണ്ട ഇവിടെ തന്നെ വെച്ചാൽ മതി 4 tan x into 1 minus tan square x by 1 minus 2 tan square minus 4 tan square അപ്പൊ അത് minus 6 tan square ആവും പ്ലസ് ഈ tan raised to 4x ഇതാണ് നിങ്ങളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ മൾട്ടിപ്പിൾ ആംഗിൾസിന്റെ സെക്ഷൻസിലെ എല്ലാ പ്രോബ്ലംസും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി അതിൽ വരുന്നത് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്, 6 ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ഇമ്പോർട്ടന്റ് ആണ്. ട്രിഗ്നോമെട്രിക് ഇക്വേഷൻസ്, ഈ 2 സെക്ഷൻസ് ആണ് ഇനി എടുക്കാനുള്ളത്. ഓക്കെ, വി ഷാൽ കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.